പയ്യന്നൂർ നഗരത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭ നിർമ്മിച്ച കുട്ടികളുടെ പാർക്ക് അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് വർഷം 3 പാർക്ക് എപ്പോൾ പ്രവർത്തന സജ്ജമാകുമെന്ന ചോദ്യത്തിന് മറുപടി നൽകാതെ നഗരസഭ അധികൃതർ. ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധർ താവളമാക്കിയിരിക്കുകയാണ് കുട്ടികളുടെ പാർക്ക്. വലിയ മുതൽ മുടക്കിൽ നിർമ്മിച്ചൊരു പാർക്ക്. കുട്ടികൾക്ക് ഇടവേളകൾ ആനന്ദകരമാക്കാൻ നിരവധി കളിയുപകരണങ്ങൾ. പ്രകൃതിയുമായി ഇണങ്ങിച്ചേരാൻ അനുയോജ്യമായൊരിടം. പക്ഷേ ഇവിടെ ഇതൊക്കെയുണ്ടെന്ന് മാത്രം. ഇന്നിത് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ്. പയ്യന്നൂർ നഗരസഭയുടെ കുട്ടികളുടെ പാർക്ക് അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് 3 വർഷത്തിലധികമായി. നഗരസഭാ സ്റ്റേഡിയത്തിനു സമീപമായാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. 2008-ലാണ് ഈ പാർക്ക് നിർമ്മിച്ചത്. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ പ്രതിമയും ഇവിടെ സ്ഥാപിച്ചിരുന്നു. സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ കുട്ടികൾക്ക് കളിക്കാൻ നിരവധി ഉപകരണങ്ങളും ഇവിടെ സ്ഥാപിച്ചിരുന്നു. പക്ഷേ നഗരസഭ പാർക്ക് അടച്ചിടുകയായിരുന്നു. ഇവിടെ പുതിയ കെട്ടിടം നിർമ്മിച്ചുവെങ്കിലും തുടർ പ്രവർത്തനം നടന്നില്ല. പാർക്കിന്റെ ചുറ്റുമതിൽ പൊളിച്ചു നീക്കിയത് പുനഃസ്ഥാപിച്ചിട്ടില്ല. പ്രധാന ഗേറ്റും തകർന്നു കിടക്കുന്നു. കളി ഉപകരണങ്ങൾ പലതും നശിച്ചു പോകുന്ന സ്ഥിതിയാണ്. രാത്രികാലങ്ങളിൽ ലഹരി സംഘങ്ങളുടെ കേന്ദ്രമാണിവിടെ. ചിൽഡ്രൻസ് പാർക്ക് കുറച്ചധികം കാലമായി ലഹരി കേന്ദ്രമായിട്ട്. ഇതിനെതിരെ കൃത്യമായ നടപടിയും കൈക്കൊള്ളേണ്ടതുണ്ട്. പാർക്ക് എപ്പോൾ തുറന്നു കൊടുക്കുമെന്ന ചോദ്യത്തിന് നഗരസഭയുടെ ഭാഗത്തു നിന്നോ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നോ വ്യക്തമായൊരു മറുപടിയില്ല. എത്രയും പെട്ടെന്ന് പാർക്ക് പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് എല്ലാവരുടെയും ആവശ്യം. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്.